അപ്പൊ ഈ കണ്ടെയ്നറിൽ നമ്മൾ ട്രാവൽ ചെയ്യണത് എല്ലാ വീഡിയോസും എടുക്കണം എന്നുണ്ടേനി. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിനും കഴിഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ ടയർഡും കൂടി ഇനി നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പൊ വണ്ടി തന്നെ നമ്മള് നോമ്പെടുത്തിട്ട് ആണ് പോകുന്നത്. പിന്നെ ഞാൻ വീട്ടിൽ പോയി ഇക്കാക്ക ലോഡ് ഇറക്കാനൊക്കെ ആയിട്ട് പോയി. ഞാൻ വീട്ടിൽ പോയി അവിടുന്ന് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് ഇപ്പതേ നമ്മള് കണ്ടെയ്നറിലെത്തി തിരിച്ച് കൊച്ചിയിലേക്ക് പോവുകയാണ്. ഇന്നാണെങ്കിൽ പെരുന്നാൾ രാവും കൂടിയാണ്. അപ്പൊ നമ്മള് ഏകദേശം ഇപ്പൊ എത്തും, ഉച്ച കഴിയുമ്പോ എത്തും. അപ്പൊ പകുതി പെരുന്നാരാവും നമ്മുടെ ഇവിടെ തന്നെയാണ്. ഞാൻ വിചാരിച്ച് നോമ്പ് തുറക്കേണ്ടത് കണ്ടെയ്നറിൽ തന്നെ ആവുമെന്നൊക്കെ. കാരണം നമുക്ക് ഇന്നലെ, അതായത് നമ്മൾ ഇന്നലെയാണ് വന്നത്. ഇന്നലെ തന്നെ നമുക്ക് പോവാൻ പറ്റിയില്ല. നമ്മള് വെളുപ്പിനെയാണ് ഇപ്പൊ പോണത്. അപ്പൊ എന്താ, അപ്പൊ അങ്ങനെ ഇനി പോണ യാത്രകളും കാര്യങ്ങളൊക്കെ കാണാം. ഇലാമോ ഉണ്ട്, കാക്ക ഡേറ്റ് ഓഫ് ഫെയ്ത്ത്. അപ്പൊ ഞങ്ങള് വണ്ടി എടുത്ത് യാത്ര തുടങ്ങുകയാണ്. ഹലോ. അപ്പൊ ഞാനൊരു ചെറിയൊരു ഉറക്കം കഴിഞ്ഞിട്ട് എണീച്ചിരിക്കുകയാണ്. ഇലാമോ ഇപ്പോൾ ഉറക്കാണ്. ഉറക്കമൊന്നും കഴിഞ്ഞിട്ടില്ല, കാരണം വണ്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് കുലുങ്ങുന്നുണ്ടായിരുന്നേ. അപ്പൊ ഞാനിങ്ങനെ വീണ് പോവാ. അപ്പൊ ഇന്ന് എനിക്ക് മെയിനായിട്ട് ശരിക്കും പറഞ്ഞാൽ പെരുന്നാളിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുണ്ട്. കാരണം വീട്ടില് പോയപ്പോ കുറച്ച് വീഡിയോസ് എടുക്കണം എന്നുണ്ടേനി. പക്ഷെ അതിനുള്ള നേരം കിട്ടിയില്ല. കുറച്ചധികം തിരക്കിലായി പോയി, ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ വീട്ടിൽ പോയിട്ട് ഞാൻ ഇപ്പൊ വണ്ടിയിൽ നിന്ന് മൈലാഞ്ചി നഖത്തും ഇട്ടിട്ടുണ്ടേനി. പക്ഷെ കുറച്ച് കൊളായിട്ടുണ്ട്, കാര്യമാക്കട്ട. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് നമുക്ക് മൈലാഞ്ചി ഇടണം. പിന്നെന്താ, ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം, ഫുഡിന്റെ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കണം. നല്ല രസമാണ് പെരുന്നാരാവ് എന്നൊക്കെ പറയണ ആ ഒരു സെറ്റപ്പ് ഒക്കെ വീഡിയോ എടുക്കണം എന്നുണ്ട്, ഉണ്ടാക്കുന്ന അറിയില്ല. ഇവിടെ ഇപ്പൊ സമയം എത്ര, 8 മണിയൊക്കെ ആയോ? 7:45 ആയി. ഇവിടൊക്കെ അതെ ബംഗാളികളൊക്കെ പണിക്ക് പോവാൻ തുടങ്ങി. നമ്മളും പണിയിലാണ്. പിന്നെ നമ്മള് വരുന്ന വഴിക്ക് അങ്ങാടിയിലൊക്കെ എല്ലാ ഇറച്ചിക്കടയിലും നിറച്ച ആൾക്കാരാണ്. പള്ളി കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കാണ് ഇറച്ചിക്കും വേണ്ടിയിട്ട്. ഇപ്പൊ ഇന്നത്തേക്കും നാളത്തേക്കും വേണ്ടേ. കേട്ട് നല്ല രസമുണ്ടായ. നമ്മള് ഈ കണ്ടെയ്നറിൽ പോണതിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? നമ്മള് നല്ല ഹൈറ്റിലേക്ക്, ഒന്നാമത് നല്ല ഹൈറ്റിലാണ് ഇരിക്കണത്. അപ്പൊ നമുക്ക് എല്ലാം കാണാം. അതൊരു നല്ലൊരു പ്രത്യേകതയാണ്. പോരാഞ്ഞിട്ട് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തത് വെച്ച് കഴിഞ്ഞാല് ഇലാമോടൊക്കെ കിടക്കട്ടെ. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയാ, ഇതിന്റെ മുമ്പോട്ട് മറ്റേ സാധനം അല്ലല്ലോ, നമ്മൾ കാറിനൊക്കെ ഉള്ള മാതിരി. അപ്പൊ നമ്മള് കാറിനൊക്കെ ഇരിക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് വിട്ടിട്ടാണ് നിക്കണത് പോലെയുള്ള ഒരു ഫീലിംഗ് അല്ലേ സീറ്റിന്റെ. ഇത് വണ്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നമ്മളെ ഇരിക്കുമായിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഇപ്പൊ മുട്ടും നിക്കണ മാതിരിയാ. ഓരോ വണ്ടികൾ പോകുമ്പോഴും ഇങ്ങനെ അതിന്റെ അടുത്തേക്ക് പോവാണ്. അപ്പൊ അടുത്തേക്ക് പോകുമ്പോ നമുക്ക് ഉള്ളൊരു പേടി. നല്ല കാലാവസ്ഥ, കുറച്ച് ചൂടും നല്ല തണുപ്പിക്കും. നമ്മള് ഇന്നലെ അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ടയർഡാവൂലെന്ന് വിചാരിക്കണേ. പിന്നെ യാർഡിലെത്തി കണ്ടെയ്നർ ഇറക്കി ഇനി നേരെ വീട്ടിലേക്ക്. പെരുന്നാരാവിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം, പെരുന്നാൾക്കുള്ളത് അല്ലേ. അങ്ങനെ അതേ നമ്മൾ കോഴിക്കോടൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തി നമ്മൾ കുളിച്ച് മാറ്റി കുറേ നേരം നമ്മൾ ഉറങ്ങി. പിന്നെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം പെരുന്നാളായതുകൊണ്ട് തന്നെ നമ്മൾ മറ്റേ അമ്മായിമുക്കിലൊക്കെ പോയി. അപ്പോൾ ഷിയാസ് തെരുവിനൊക്കെ കണ്ടിട്ടുണ്ടായിനി. അവിടെ അമ്മായിമുക്കിൻ്റെ അവസ്ഥയായിട്ട് നമ്മളവിടുത്തെ മറ്റേ മിഠായി തെരുവൊക്കെ പോലെയാണ്, ഭയങ്കര തിക്കും തിരക്കൊക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പെരുന്നാക്കത്തേക്കുള്ള സെറ്റാക്കി. ഇപ്പോൾ 2:30-3 മണിൻ്റെ അടുത്തായി. അപ്പോൾ മൈലാഞ്ചി ഇടാനും മറന്നുപോയി. അപ്പോൾ പിന്നെ അധികം സമയമായതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ കയ്യിൽ വേഗം മൈലാഞ്ചി ഇട്ട്, ഓവറായിട്ട് ഇടാമെന്ന് വെച്ചാല്ലാത്തതുകൊണ്ട് അറിയണ പോലെ ഇട്ട് പിന്നെ പെരുന്നാൾ നിസ്കരിക്കാൻ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.